കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന 2027 മഹാമാഘ മഹോത്സവം മകരസംക്രമം തൊട്ട് ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്തെ രാജരാജേശ്വരി ഘാട്ടിലാണ് 45 ദിവസങ്ങളിലായി കുംഭമേള നടക്കുക. 2027 കുംഭമേളയുടെ ആദ്യ ആലോചനാ യോഗം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നടന്നു. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ സത്സ്വരൂപാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിവിധ സന്യാസി വിഭാഗങ്ങളിലെ സ്വാമിമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ സംഘടനകളെയും സന്യാസി സമൂഹത്തെയും കുംഭമേളയുടെ ഭാഗമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. മഹാമണ്ഡലേശ്വരന്മാര്, പിന്നെ ശങ്കരാചാര്യന്മാര്, ഇവരെല്ലാവരും ഇത്തവണത്തെ മാഘത്തില് അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. നാഗ സന്യാസി അഖാഡകൾ കേരളത്തിലെ കുംഭമേളയെ സംസ്ഥാന സർക്കാർ കൂടുതൽ ഗൗരവത്തോടുകൂടി കാണണമെന്ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി. മലപ്പുറം തിരുനാവായയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028 നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായാണ് 2027 കുംഭമേള നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത് നാസിക് കുംഭമേളയും ഹരിദ്വാർ കുംഭം, അർദ്ധകുംഭവും ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ഉത്തരഭാരതത്തിൽ നിന്നുള്ള സന്യാസിമാരും ഒക്കെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇത്തവണ ഉണ്ടാകും. വിവിധ അഖാഡകളുള്ള ആചാര്യ മഹാമണ്ഡലേശ്വരന്മാർ, ശങ്കരാചാര്യന്മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ, പിന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരും മാഘത്തിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇപ്പോൾ കുംഭമേളകളൊക്കെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ആ പ്രദേശത്ത് സാമ്പത്തിക സ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ